ഹായ് ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ മലയാളം എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകതകളോ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ പരിചയക്കുറവുകളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആദ്യം ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിജിത്ത്. ഇന്ന് ഞാനിവിടെ എടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഓരോ ബിൽഡിങ്ങും സ്ട്രക്ചേഴ്സും എല്ലാം ഒരു സിവിൽ എഞ്ചിനീയർ നിർമ്മിച്ച ഒരു വർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് വേൾഡിൽ സിവിൽ എഞ്ചിനീയർ ഇല്ലാതെ ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താ പറഞ്ഞു വെച്ചാൽ, എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പ് എന്താണ്, ബ്രാഞ്ചസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ നമ്മൾ വിശദീകരിക്കും. ആദ്യമായി നമ്മൾ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് അതായത് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിലൂടെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നവരാണ് സിവിൽ എഞ്ചിനീയേഴ്സ്. അതുപോലെ തന്നെ ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതായത് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, ഹൈവേസ്, ഡാംസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, വാട്ടർ ഡിസ്പോസൽസ്, ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അതിലൂടെ നമ്മൾ സമൂഹത്തിൽ എത്രത്തോളം വളർച്ച എത്തിക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഓരോ സിവിൽ എഞ്ചിനീയറുടെയും ഒരു എയിമിങ്. അതായത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടായി തീർന്നിട്ടുണ്ട് ഇതുവരെ, അതെല്ലാം സിവിൽ എഞ്ചിനീയറുടെ ഒരു റോളിൻ്റെ ബേസിലാണ്. ഈ പറയുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ എക്കണോമിക്കലി, ഫങ്ഷൻ റിക്വയർമെൻറ്റ് ബേസിലും, സേഫ്റ്റിയിലും, അതേമാതിരി തന്നെ അതിൻ്റെ ലൈഫ് സ്പാനിലും എല്ലാം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. അതാണ് നമ്മൾ ഈ ഒരു റോളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വലിയൊരു ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റോള് നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം വലുതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. തന്നെ നമ്മളെ സൊസൈറ്റിയിലെ ക്രിയേറ്റേഴ്സ് എന്ന സിവിൽ എഞ്ചിനീയേഴ്സിനെ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് അറിയാം, നമ്മുടെ വേൾഡിൽ വന്നിട്ട് ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ഡെവലപ്ഡ് കൺട്രീസിലായാലും എല്ലായിടത്തും വന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടാ, ബുർജ് ഖലീഫ ഒരു എക്സാമ്പിളാണ്. അതേമാതിരി തന്നെ സ്റ്റാച്യൂസ്, ഒരുപാട് സ്റ്റാച്യു ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്റ്റാച്യു വന്നിട്ട് എല്ലാം വന്നിട്ട് എന്താ സിവിൽ എഞ്ചിനീയറുടെ കൈ എത്തിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ എത്രത്തോളം റോള് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതേമാതിരി തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ് പറയുമ്പോൾ ഡിസൈനിങ്, അനലൈസിങ്, അതേമാതിരി തന്നെ കൺസ്ട്രക്ഷൻ, ഈ മൂന്നും വിങ്ങിലും ഒരേപോലെ മേൽനോട്ടം വഹിച്ചാണ് നമ്മൾ എല്ലാ വർക്കിനും ഒരു ഫൈനൽ റിസൾട്ട് കാണുന്നത്. അടുത്തത് സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സാണ്. സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഓവറോൾ ഡെവലപ്മെൻറ്റിലും നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് സ്കോപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, എല്ലായിടത്തും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇപ്പോൾ നിലവിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി ഇപ്പോൾ ടൗൺ ആയാലും സിറ്റി ആയാലും കൺട്രി ബേസിലായാലും ഏത് ബേസിലാണെങ്കിലും നമ്മൾ ഓരോ ഡെയിലി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡെയിലി നമ്മൾ ഓരോന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയാം, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, സബ്വേസ്, അങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ എല്ലാം നമ്മുടെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനും അതേമാതിരി തന്നെ നമുക്കൊരു ഈസി പാത്തും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്സാണ്. അതായത് ബ്രിഡ്ജസ് എടുക്കുമ്പോൾ നമുക്കറിയാം, വെള്ളത്തിൻ്റെ ഇപ്പോൾ ഒരു റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു റോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചുറ്റി വളഞ്ഞൊന്നും നമുക്ക് യാത്ര ചെയ്യേണ്ട, ഒരു ബ്രിഡ്ജിൻ്റെ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈസി പാത്തും അതേമാതിരി തന്നെ ഒരുപാട് ലാഭങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ ബ്രിഡ്ജസ് യൂസ് ചെയ്യും. ഇപ്പോൾ ഫ്ലൈ ഓവേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കൺജസ്റ്റഡ് ഏരിയ, നമ്മളൊരു സിറ്റി മേഖല എടുക്കുമ്പോൾ അവിടെ വന്നിട്ട് കൺജസ്റ്റഡ് ഏരിയ വരുമ്പോൾ ഇപ്പോൾ ക്രോസിങ്ങുള്ള 4 വേസ്, അതായത് 4 റോഡ് കൂടി ചേർന്ന ഇൻ്റർസെക്ഷൻസ്, അങ്ങനെയുള്ള റോഡിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് ട്രാഫിക് ജാംസ് വരാറുണ്ട്, ഒരുപാട് ട്രാഫിക് ബ്ലോക്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ഫ്ലൈ ഓവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലൂടെ പെട്ടെന്ന് നമുക്കൊരു ക്രോസിങ്ങും ട്രാഫിക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വെഹിക്കിൾസിൻ്റെ ടൈമും എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. അതേമാതിരി തന്നെ സബ്വേസ് നമുക്കറിയാം, ഇപ്പോൾ ഒരു കൺജസ്റ്റഡ് ഏരിയ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ട്രാഫിക്കാണ്, ഒരുപാട് വെഹിക്കിൾസ് പോകുന്ന സ്ഥലത്ത് നമുക്ക് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, സബ്വേസ് കൊടുക്കും. സബ്വേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു പാസേജ് കൊടുക്കുകയാണ്. അതിനാണ് നമുക്ക് എന്ത് പറയാം, സബ്വേസ് പറയാം. ഇങ്ങനെ ഓരോ പുതിയ മെത്തേഡുകൾ നമ്മളെന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ഈ ന്യൂ മെത്തേഡ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളെന്താ വെച്ചാൽ ഇതെല്ലാം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ലോ കോസ്റ്റ് പറഞ്ഞാൽ മാക്സിമം കോസ്റ്റ് കുറഞ്ഞ രീതിയിലും അതേമാതിരി തന്നെ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വക കൺസ്ട്രക്ഷനെല്ലാം മാക്സിമം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും വേണം. അടുത്ത ബ്രാഞ്ചസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ നമ്മുടെ വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഇല്ലാത്ത ഒരു വിങ് തന്നെ നമ്മുടെ ഇല്ല. നമ്മളിപ്പോൾ ഒരു ലാൻഡ് ഏരിയ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സീ വേസിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എയർവേസ് ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും ഏതൊരു വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സാണ്. ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല ഓവറോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അപ്പോൾ സിവിൽ എഞ്ചിനീയർ ഇല്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാൻ പറ്റുന്നതല്ല. അപ്പോൾ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് അതിലുണ്ട്. അതിൽ കുറച്ച് ബ്രാഞ്ചസ് ഞാനിവിടെ പരിചയപ്പെടുത്താം. അതായത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേയിങ് ആൻഡ് ലെവലിങ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്. പിന്നെ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ, അതേമാതിരി തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ടൗൺ പ്ലാനിങ്. ഈ പറയുന്ന എല്ലാ ബ്രാഞ്ചസിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും അതേപോലെ അപ്ലിക്കേഷൻസും ഡിസൈനിങ്ങും അനലൈസിങ്ങും ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്ക്സും ചെയ്യുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ, ആ ഓരോത്തിൻ്റെയും കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ വർക്കും അതേമാതിരി തന്നെ ഓരോ ബ്രാഞ്ചസും വർക്ക് ചെയ്യണത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത ടോപ്പിക്കാണ് സർവേയിങ് ആൻഡ് ലെവലിങ്. ഫസ്റ്റ് ടോപ്പിക്കാണ്, അത് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സർവേയിങ് നോക്കാം. ഇറ്റ് ഈസ് ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് എ പോയിൻറ്റ് മെഷറിങ് വിത്ത് റെഫറൻസ് ഓഫ് എർത്ത് സർഫേസ്. ഒരു എർത്ത് സർഫേസിൻ്റെ ഏതെങ്കിലും റെഫറൻസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോയിൻറ്റിൻ്റെ അൺനോൺ പോയിൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് സർവേ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് മെഷർമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആവാം. അതേപോലെ മെഷർമെൻറ്റ്സ് ഓഫ് ആംഗിൾസ്, അത് വെർട്ടിക്കലാവാം ഹൊറിസോണ്ടലാവാം. അങ്ങനെ അതിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുന്നത്. ലെവലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിഫറെൻറ്റ് ലെവൽസുള്ള പ്ലോട്ടുകളുടെ ഹൈറ്റിനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ലെവലിംഗ് പറയുക. ഓരോ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഹൈറ്റിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയും. ബേസിക് എയിം ഓഫ് സർവേയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിപ്പയറിങ് എ മാപ്പ് ടു എ സം സ്കെയിൽ എന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കെയിലിലേക്ക് നമ്മൾ ആ പ്ലോട്ട് അല്ലെങ്കിൽ മാപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ബേസിക് എയിമായിട്ട് വരും. പിന്നെ നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചേഴ്സായ ഡാംസ്, ബിൽഡിങ്സ്, അതേമാതിരി തന്നെ റോഡ്, ഹൈവേസ്, അങ്ങനെയുള്ള എല്ലാം വന്നിട്ട് എല്ലാ വർക്കിൻ്റെയും ബേസിക് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവേയിങ് ആണ്. അതായത് സർവേ ഇല്ലാതെ ഒരു വർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, ഒരു ഡെവലപ്മെൻറ്റും നമ്മുടെ വേൾഡിൽ നടക്കില്ല. അപ്പോൾ സർവേയാണ് ബേസിക് സ്റ്റെപ്പ്. സർവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിയോ ടെക്നിക്കൽ അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർവേ ഇല്ലാതെ ഒരു വർക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. തന്നെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്, സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. അത് ഓരോ ഏരിയാസിൻ്റെയും സോയിൽ പ്രോപ്പർട്ടീസും അതേമാതിരി ലാൻഡ് ഏരിയ, അതേമാതിരി തന്നെ ഓരോ സെൻസസിൻ്റെ ബേസിസിലും ഓരോ ഏരിയയിലും ഓരോ സർവേയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർവേയിങ് പറയുമ്പോൾ വെറും മെഷർമെൻറ്റ്സ് മാത്രമേ അല്ല വരുന്നത്, എല്ലാം കൂടി ഉള്ളൊരു മാസമായിട്ടുള്ളൊരു കളക്ഷനാണ്. അപ്പോൾ സർവേ ഡീറ്റെയിൽഡ് കളക്ഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാം വന്നിട്ട് എല്ലാ ഡാറ്റാസും വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സർവേയിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സോയിൽ പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസാണ് അതിന്.
അപ്പോൾ അതിൻ്റെ ഓരോ ബെയറിംഗ് കപ്പാസിറ്റിയും എല്ലാം ഡിഫറെൻ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ്, അതായത് അതിൻ്റെയൊക്കെ എത്രത്തോളമാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ അതൊക്കെ സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ് അനലൈസ് ചെയ്യുക. അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈനിങ് ചെയ്യുക. അങ്ങനെ നമ്മൾ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ സർവേ, വിത്തൗട്ട് സർവേ നമുക്ക് വർക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ സർവേ ആൻഡ് ലെവലിംഗ്. അടുത്ത രണ്ടാമത്തെ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം, വീട്ടിൽ നിന്ന് തന്നെ അറിയാം, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. പ്ലാൻ ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ പറയുക. നമുക്കറിയാം, നമ്മളിപ്പോൾ എല്ലാവരും ജീവിക്കുന്നതെല്ലാം ഹൗസസിലാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന കാറ്റഗറിയിലാണ് പെടുക. അതേമാതിരി തന്നെ ആ എല്ലാ റെസിഡൻഷ്യൽ ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സാണ്, സിവിൽ എഞ്ചിനീയേഴ്സാണ്. സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, മറ്റ് എഞ്ചിനീയേഴ്സ്മാരും ഉണ്ട്. പക്ഷേ എങ്കിലും മേജർ പാർട്ട് ഓഫ് ദ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് എടുക്കുമ്പോൾ ക്ലിയറൻസ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ തൊട്ട്, അതായത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ തൊട്ട് നമ്മൾ അവസാനം അതിൻ്റെ ഫിനിഷിങ് വർക്ക് വരെ വന്നിട്ട് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സാണ് അത് ചെയ്യുന്നത്. പിന്നെയുള്ള ആൾട്ടർ വർക്കും അങ്ങനെയുള്ള വർക്കുകളാണ് പിന്നെയുള്ള എഞ്ചിനീയേഴ്സും യൂസ് ചെയ്യണത്. ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ, മേജർ പാർട്ട് ഓഫ് വേൾഡ് കവേർഡ് വിത്ത് ബിൽഡിംഗ് ഡിസൈൻ, അനലൈസിസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് വിത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ബിൽഡിംഗ് ആൻഡ് ബൈ ലോസ് ഓഫ് ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റീസ്. അതായത് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ലോക്കൽ ഏരിയകളിലും ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റീസ് ഉണ്ട്. ആ അതോറിറ്റീസിൻ്റെ ഓരോ നിയമപ്രകാരം ലീഗലായിട്ടുള്ള കുറേ ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ബിൽഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ഓരോ ബിൽഡിങ്സും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് റൂള്, അതേമാതിരി മുനിസിപ്പാലിറ്റി റൂള്, അങ്ങനെ ഓരോ ഏരിയാസിനും ഓരോ റൂൾസ് ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും നടക്കുന്നത്. പിന്നെ അതുകൂടാതെ അതായത് അതിൻ്റെ ഡ്യൂറേഷൻ, എത്ര കാലം വരെ നമുക്ക് ഈ വർക്ക് നടക്കും, അതേമാതിരി തന്നെ എത്ര മെറ്റീരിയൽസ് അതിന് റിക്വയർഡാണ്, എത്ര ലേബേഴ്സ് റിക്വയർഡാണ്, എന്തൊക്കെ ഡിസൈൻ വേണം, എന്തൊക്കെ അനാലിസിസ് വേണം, പ്രൊജക്റ്റ് മാനേജർ, സൂപ്പർവൈസർ, അങ്ങനെ എല്ലാം വന്നിട്ട് നമ്മൾ ഈ പ്ലാനിങ്ങിൽ വന്നിട്ട് നമ്മൾ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതെല്ലാം വന്നിട്ട് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് എല്ലാം തീരുമാനിക്കുന്നത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ലേബേഴ്സ്, മെഷീനറീസ്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെയാണ്. അതായത് നമ്മുടെ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ഒരു ബിൽഡിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തൊട്ട് ഒരു ഫിനിഷിംഗ് വർക്ക് വരെ, അതായത് ഫൂട്ടിങ് ടു ദ കംപ്ലീഷൻ വരെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ആ റോൾസ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നോക്കിയത്. അടുത്ത ടോപ്പിക്കാണ് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ. അതായത് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷനിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷനാണ് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ അഡ്വാൻസ്ഡ് മെഷീനറീസ് യൂസ് ചെയ്യണു, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, അതായത് മെത്തേഡ്സ് അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണു. അതിനൊക്കെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഡാംസ്, ബ്രിഡ്ജസ്, ടണൽസ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമുക്കൊരു നോർമൽ കേസിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസും എക്യുപ്മെൻസും എല്ലാം അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടണലിൻ്റെ കേസ് എടുക്കുകയെന്ന് വെച്ചാൽ, ടണലിലൊക്കെ വന്നു കഴിഞ്ഞാൽ എർത്ത് പ്രഷറും വാട്ടർ പ്രഷറൊക്കെ വന്നിട്ട് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജോബ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളതിന് പ്രത്യേകം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തിന്, ഡിസൈനിങ്ങിനും അനലൈസിനൊക്കെ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ ടെക്നോളജിയും, അതേമാതിരി തന്നെ ഇപ്പോൾ ടണലിങ് മെത്തേഡ്സൊക്കെ ഉണ്ട്, അതേമാതിരി തന്നെ സ്പെഷ്യൽ ടെക്നോളജി അതേമാതിരി തന്നെ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് മെഷീനറീസും യൂസ് ചെയ്യുക. അഡ്വാൻസ്ഡ് മെഷീനറീസ് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യണ അല്ലാതെ ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് ആയിരിക്കും. അതേമാതിരി തന്നെ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഗുഡായിരിക്കും. നമുക്ക് ആ കിട്ടണ ഒരു ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസ് യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഗുഡായിരിക്കും, ഈസി വർക്കായിരിക്കും, പെട്ടെന്ന് നമുക്കത് കഴിക്കാൻ പറ്റും. അതേപോലെ സ്പീഡപ്പ്, അതിൻ്റെ വർക്കിൻ്റെ സ്പീഡപ്പ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫിനിഷിങ്ങും എല്ലാം വന്നിട്ട് നമുക്കൊരു ഗുഡായിട്ട് നമുക്ക് കിട്ടും. കമ്പാരിറ്റീവ്ലി മാനുവലി ചെയ്യണ വർക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു വർക്ക്. അതാണ് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് ഈ ടോപ്പിക്കിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ്
ഒരു പുതിയൊരു വേറെ എപ്പിസോഡിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ കേസിൽ പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ, അതേപോലെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള എല്ലാവിധ കൺസ്ട്രക്ഷനും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മളതിനെ വേണ്ട രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. അടുത്ത് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്. അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചാണ്. അതായത് അതിൽ വന്നിട്ട് വെരി ബേസിക് പ്ലാനാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് പ്ലാനായിട്ട് വരുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ഉണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചറൽ അനാലിസിസ് ആയിട്ടും ഡിസൈൻ ഓഫ് സ്ട്രക്ചറായിട്ട് ഇത് ബ്രാഞ്ച് ചെയ്യേണ്ടത്. അതിൽ സ്ട്രക്ചറൽ അനാലിസിസ് നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ അനാലിസിസ് പറയുമ്പോൾ ഇറ്റ് മീൻസ് ഡൺ ടു കാൽക്കുലേറ്റ് സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ കമ്പോണൻസ് ഓൺ ദ ബേസിസ് ഓഫ് ലോഡ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ. അതായത് നമ്മളൊരു ലോഡിൻ്റെ ബേസിൽ ഒരു സ്ട്രക്ചറിൽ എത്രത്തോളം ലോഡ് ആക്ട് ചെയ്യണോ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണോ അതിൻ്റെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബീം കൺസിഡർ ചെയ്യാം. അതിൽ ലോഡ് വന്നിട്ട് ആക്ച്വലി ഒരു ലോഡ് വന്നിട്ട് അപ്ലൈ വരുന്നുണ്ട്. ആ ലോഡിന് പറയുമ്പോൾ അതിൻ്റെ ബിഹേവിയർ നമ്മൾ ചെക്ക് ചെയ്യണ ആ ഒരു തന്നെയാണ് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയാം. അടുത്ത് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അതായത് ഡിസൈൻ ആഫ്റ്റർ നോയിങ് ദ പെർഫോമൻസ് ഓഫ് ദ സ്ട്രക്ചർ. അതായത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ പെർഫോമൻസിന് മനസ്സിലായതിന് ശേഷം ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആ ഡിഫ്ലക്ഷൻ മൊമെൻറ്റ്, അതായത് ഹോഗിങ് മൊമെൻ്റ് ആണോ ഏത് തരത്തിലുള്ള മൊമെൻ്റ് ആണോ നോക്കിയിട്ട് ഒരു സ്ട്രക്ചർ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. ഇറ്റ് ഡീൽസ് വിത്ത് ബീം, കോളം, ഫൂട്ടിങ് എക്സെട്ര. റിക്വയർ മോർ കാൽക്കുലേഷൻ വിത്ത് ലോജിക്കൽ തിയറി. അതായത് നമ്മളിപ്പോൾ ബീം, കോളം, ഫൂട്ടിങ് ഇതിലെല്ലാം വന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈനിങ്ങിൽ വന്നിട്ട് ഒരു ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മളത് എത്രത്തോളം അതിൻ്റെ സൈസ് ഓഫ് ദ ഫൂട്ടിങ്, ഇപ്പോൾ ഫൂട്ടിങ് എടുക്കുകയാണെന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ ഫൂട്ടിങ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. ഈ ഡയമെൻഷൻസ് വഴി നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് എത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യണം, അത് വെച്ച് നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മൊമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോൻ്റെ നീഡ്സ്, ഓരോ ആവശ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബീമായാലും കോളായാലും ഫൂട്ടിങ് ആയാലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിസൈൻ എന്ന് പറയും. ഇനി ഈ ലാർജ് സ്ട്രക്ചേഴ്സൊക്കെ ആണ് വരുന്നതെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർസാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ഓട്ടോകാഡ്, ഇ ടാബ്, സ്റ്റാറ്റ് പ്രോ, കൺസ്ട്രക്ഷൻ മെൻറ്റ്, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോർമലായിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്ത സ്ട്രക്ചർ അനലൈസ് വഴി ചെയ്ത് വരുന്ന എല്ലാ സ്ട്രക്ചേഴ്സും വന്നിട്ട് സേഫ് ആൻഡ് എക്കണോമിക്കൽ പ്രൊജക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസൈനിങ്ങോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. അടുത്ത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് സോയിലാണ്. നമ്മൾ സോയിലിനെ കുറിച്ച് മാത്രമാണ് അതിൽ പഠിക്കുന്നത്. അതായത് നമ്മൾ സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞു, സർവേയിങ് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിയോ ടെക്നിക്കൽ, നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സർവേയിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിലൂടെ ചെയ്യണത് ഇതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് സ്ട്രെങ്ത് ഓഫ് എ സോയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊരു സ്ഥലത്തിൻ്റെ സൈറ്റിൻ്റെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് സോയിലിന്, ലോഡ് ബെയറിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷനൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മുടെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, അതിനെ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയാണ് നമ്മൾ അതിൻ്റെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്, അതേമാതിരി ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സോയിൽ പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ കോമ്പാക്ട് എത്രത്തോളം ഡെൻസിറ്റി, സ്ട്രെങ്ത്ത്, കമ്പസിറ്റി സ്ട്രെങ്ത്തും ഷിയർ സ്ട്രെങ്ത്തും, അതേമാതിരി തന്നെ സേഫ് ബെയറിങ് കപ്പാസിറ്റി എത്ര ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെ പോറോസിറ്റി, അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ഷൻ ഓഫ് സാമ്പിൾസും അതേപോലെ ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസാണ് മെയിനായിട്ട് ഈ ഒരു ഇതിൽ സ്റ്റഡി ചെയ്യണത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ പെർട്ടിക്കുലർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ, SBC. അതായത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് SBC, അതായത് സേഫ് ബെയറിങ് കപ്പാസിറ്റി ഓഫ് എ സോയിൽ കണ്ടുപിടിക്കാൻ കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സേഫ് ബെയറിങ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന് എത്രത്തോളം ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ കപ്പാസിറ്റിനെയാണ് നമ്മൾ സേഫ് ബെയറിങ് കപ്പാസിറ്റി പറയുക. അതായത് ഹൗ മച്ച് ലോഡ് ക്യാൻ ബി ക്യാരി. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, അതേപോലെ ടൈപ്പ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് എക്സെട്ര, ഇതെല്ലാം വന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഇതെല്ലാം സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്
ഇതെല്ലാം നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത് വന്നിട്ട് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഡാം, കനാല്, ഗാരേജ്, അതേപോലെ തന്നെ കൾവേർട്ട് എക്സെട്ര, ഇതെല്ലാം ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അതെങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് യൂട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ഫോർ അഗ്രികൾച്ചർ, മുനിസിപ്പൽ ആൻഡ് പവർ ജനറേഷൻ പർപ്പസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡാം എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യണു, വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യണു, അഗ്രികൾച്ചർ പർപ്പസും മുനിസിപ്പൽ പർപ്പസും വാട്ടർ ജനറേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ് അതിനെക്കുറിച്ച് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സ്റ്റഡി. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ എഞ്ചിനീയറിങ് വരും, ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് വരും, അതായത് ഡാംസ്, കനാൽസിൻ്റെ ഒക്കെ ഡിസൈനിങ് വന്നിട്ട് വരും. അതേപോലെ തന്നെ ഹൈഡ്രോളജി എന്താണെന്ന് നോക്കണം. അതായത് ഹൈഡ്രോളജി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് ഹൈഡ്രോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസിനെ വെച്ചിട്ട് ഡീൽ ചെയ്യണ ഒന്നും കൂടിയാണ് ഹൈഡ്രോളജി. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുമ്പോൾ ഹൈഡ്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഹൈഡ്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൗ ദ റെയിൻ ഒക്കേഴ്സ്, അതായത് എങ്ങനെയാണ് നമ്മുടെ റെയിൻ ഒക്കർ ചെയ്യുന്നത്, അതേമാതിരി തന്നെ എത്രത്തോളം അത് കളക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം റെയിൻ കളക്ട് ചെയ്യുന്നുണ്ട്, എത്ര ഡെപ്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്, റെയിൻ്റെ സൈസ് എത്രയാണ്, ഇതൊക്കെ വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ സബ് ബ്രാഞ്ചായിട്ട് വരും. ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത ടോപ്പിക്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുറച്ച് വെഹിക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്, എന്തൊരു വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വിങ്ങാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഈ മൂവ്മെൻറ്റ്സ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. ലാൻഡിലുള്ള മൂവ്മെൻറ്റ്, റോഡ്സ്, റെയിൽവേസ് എക്സെട്ര അതൊക്കെ വരാം. വാട്ടർ മൂവ്മെൻറ്റ് പറയുമ്പോൾ സീവേസ് ഒക്കെ വരാം. അതേപോലെ എയർവേസ് പറയുമ്പോൾ എയർലൈൻസിൻ്റെ ഓരോ ഇതൊക്കെ വരാം. ഇറ്റ് ഡീൽസ് വിത്ത് പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റെയിൽവേ, ബ്രിഡ്ജസ്, ടണൽ, ഹാർബർ, പോർട്സ്, ഡോക്സ്, റൺവേ ആൻഡ് എയർപോർട്ട്സ്. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. റെയിൽവേസ്, റോഡ്സ് എല്ലാം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഈസി മൂവ്മെൻറ്റ്, എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഗൂഡ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പാസഞ്ചേഴ്സിനായാലും എന്തിനായാലും ഒരു ഈസി വേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിനുള്ളൊരു വേ ആണ് ഈ പറഞ്ഞ എല്ലാ മെത്തേഡ്സും. ഇതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്പ് ചെയ്യണത് നമ്മുടെ ഓവറോൾ നേഷൻ, അതായത് ഏത് നേഷൻസ് എടുക്കുകയാണെങ്കിലും എല്ലാ നേഷൻസിലും വന്നിട്ടും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാരണം കൊണ്ട്, ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കാരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇപ്പോൾ നല്ലൊരു ഗുഡ് ക്വാളിറ്റി റോഡൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്, അതേമാതിരി തന്നെ ഒരുപാട് ബിൽഡിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതേമാതിരി ഹോസ്പിറ്റൽസ് എല്ലാം വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് ചെയ്യുന്നു, നാട് വന്നിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ സൊസൈറ്റി എപ്പോഴും ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കും. അടുത്ത എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വാട്ടറാണ് ശരിക്കും. ഇറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് വാട്ടറാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ചുള്ള സ്റ്റഡിയും അതുപോലെ അതിൻ്റെ ഡിസൈനിങ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വാട്ടർ മാത്രമാണ് വരുന്നുള്ളൂ. അതായത് വാട്ടറിൻ്റെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് PHE, അതായത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ്. നമ്മുടെ ഈ വാട്ടറിൽ ഒരുപാട് കണ്ടാമിനേറ്റ്സും കുറേ പ്രോബ്ലംസും പൊല്യൂട്ടഡ് വാട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മെഷീനറീസ് അങ്ങനെ ഓരോ പ്ലാന്റിൻ്റെ ബേസിലൊക്കെ ഓരോന്ന് എത്രത്തോളം എഫക്റ്റ് ചെയ്യണു എന്നൊക്കെ അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെക്കും. അതേമാതിരി തന്നെ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് എങ്ങനെയൊക്കെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ അതിൽ എത്രത്തോളം കണ്ടാമിനേറ്റ്സ് അടങ്ങിയിരിക്കണു
ഇപ്പോൾ pH, അസിഡിറ്റി, ആൽക്കനൈറ്റി അങ്ങനെ ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ സ്റ്റഡി ചെയ്യണ ഒരു വിങ്ങാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യണ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതേമാതിരി തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളും അതേമാതിരി തന്നെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ്, ടെക്നിക്സ് എല്ലാം വന്നിട്ട് നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചിലാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ടൗൺ പ്ലാനിംഗ് ആണ്. ടൗൺ പ്ലാനിങ് എന്താണെന്ന് നോക്കാം അടുത്ത്. അതായത് നമ്മുടെ ഓൾ സിറ്റി, ഒരു മൊത്തം സിറ്റീനെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്ലാൻഡ് കൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് ടൗൺ ബൈ ഡിവൈഡിങ് ലാൻഡ് ഇൻ ഡിഫറെൻറ്റ് സോൺസ്. അതായത് നമ്മുടെ ലാൻഡിനെ മൊത്തം ഏരിയനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രോത്തിൻ്റെ ബേസിലും എല്ലാത്തിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്യും, സബ് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം റെസിഡൻഷ്യൽ, അതായത് നമ്മൾ താമസിക്കുന്ന വീടുകൾ, അതേപോലെ കൊമേഴ്ഷ്യലായിട്ടുള്ള വരുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്കൂള്, കോളേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി പറയുമ്പോൾ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് എല്ലാം വരുന്ന ബിൽഡിങ്, അങ്ങനെ ഓരോ പേരിലും ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ സോൺസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഒരു റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രിയൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ആക്കി തിരിക്കുന്നതിനാണ് നമ്മൾ സോണിങ് എന്ന് പറയുക. ഓരോ 5 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെൻസും അതേമാതിരി ചേഞ്ചസും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യണു. ഗുഡ് പ്ലാനിങ് ആണെങ്കിൽ ഗുഡ് ഡെവലപ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ഏരിയ വന്നിട്ട്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നോട്ട് ഗുഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഗുഡ് പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് റിസൾട്ടും, അതേമാതിരി തന്നെ ബാഡ് പ്ലാനിങ് ആണെങ്കിൽ റിവേഴ്സ് ആക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി വന്നിട്ട് ഡെവലപ്മെൻ്റ് ഒന്നുമില്ലാതെ വേസ്റ്റായി പോകും. അതുമാത്രമല്ല, നമ്മുടെ ഈ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഡ്ത്ത് ഓഫ് റോഡ്, അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ഹോസ്പിറ്റലോ ഓഫീസസ്, അങ്ങനെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ട് നമ്മുടെ ഈ ടൗൺ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഫുൾ ഡീറ്റെയിൽസും വന്നിട്ടും സോൺ ചെയ്തിട്ടും അങ്ങനെ അതിൻ്റെ ബേസിലും നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം ഈ ടൗൺ പ്ലാനിങ്ങിലൂടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ, ഒന്ന് പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ മാത്രമാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ്. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവാണ് എന്നൊന്നും അറിയില്ല. എങ്കിലും എല്ലാവരും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഈ ചാനലിന് വേണം. അപ്പോൾ ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബും ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.